കുട്ടികൾ അത്തരത്തിൽ ബോറടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ നടത്തുന്നത് കാണുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം മാത്രമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അധ്യാപകരുടെ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ അധ്യാപകരുടെ SLC വരെയുള്ള പരീക്ഷകളുടെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ. അതത് സമയത്ത് കുട്ടികൾക്ക് ഇത് എഴുതുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ട പരിശീലനങ്ങൾ നൽകുകയും ചെയ്യാത്തത് കൊണ്ട് ഞാനടക്കമുള്ള അധ്യാപകർ അതിന് പ്രതികളാണ്. പരീക്ഷയുടെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പോ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും കുട്ടികൾ പകർത്തി എഴുതുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ഒരവസ്ഥയാണ് നമ്മുടെ സ്കൗട്ടിങ്ങിൽ കാണുന്നത്. സത്യത്തിൽ ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിച്ച ഒരു പദ്ധതി മറ്റൊരു വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു മേഖലയിലും ഉണ്ടാവുകയില്ല. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പും കേരള ഇന്ത്യൻ വിദ്യാഭ്യാസ ചിന്തകന്മാരൊക്കെ ഈ അടുത്ത കാലത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പഠനങ്ങൾ, പ്രകൃതി പഠനങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം മുമ്പാണ്. എന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എങ്ങനെയാണ് ഒരു കുട്ടി പഠിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ നേതൃത്വപരമായ കഴിവ് വളർത്തിയെടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വളരെ കൃത്യമായി നമുക്ക് വിവരിച്ചു തരികയും, നിങ്ങൾ ഓർക്കണം, നമ്മളെല്ലാവരും, ഞാനടക്കം നിങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ അംഗമാവുകയും മറ്റൊരു പ്രസ്ഥാനത്തിനും കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ 7 ദിവസം, ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തില് 7 ദിവസം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ടെന്റിൽ ഉറങ്ങി ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച്, ചിലവർ 14 ദിവസം, ചിലവർ അതിനേക്കാൾ 21 ദിവസം, അതിനേക്കാളും ദിവസങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ടാവില്ല അതിന്റെ ഒരു ഗുണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. നിങ്ങൾ ഒരു പക്ഷേ മതസംഘടനകൾ ഉണ്ടാവും, രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാവും, മറ്റെല്ലാം ഒരുപാട് സംഘടന ഉണ്ടാവും. ഇങ്ങനെ ഒരു 7 ദിവസം നിങ്ങൾ ഒരിക്കലും ആ സംഘടന കൊടുത്തിട്ടുണ്ടാവില്ല. 1 or 2 ദിവസങ്ങൾ അല്ലെങ്കിൽ ചില പകലുകൾ, ചില മണിക്കൂറുകൾ മാത്രമേ നൽകിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. 1ാമത്തെ ദിവസം പോയി 7ാമത്തെ ദിവസം രാവിലെ വരെ ഇത് മാത്രം ചിന്തിച്ച് ഒരു യൂണിഫോം മാത്രം എയർ വാഷിങ്ങും സൺ വാഷിങ്ങും നടത്തി നമ്മൾ ഇട്ട് റെഡിയായി വന്നിട്ട് ആ വരുന്ന സമയത്ത് കിട്ടുന്ന ഊർജം ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നഷ്ടപ്പെടുകയും നമ്മുടെ കുട്ടികൾക്ക് ഇതിന്റെ ഒരു ഗുണം നൽകാൻ സാധിക്കാതിരിക്കുകയും പലപ്പോഴും അഭിമാനത്തോടു കൂടി ഈ യൂണിഫോം ഇടാൻ പോലും സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥ നമുക്കുണ്ട്. പലപ്പോഴും മൂടി പുതച്ചാണ് നമ്മളിവിടെ വരുന്നത്, ഇവിടെ വന്നിട്ടാണ് യൂണിഫോം മാറ്റുന്നത്. എന്തോ നമുക്ക് ഈ യൂണിഫോമിനോടുള്ള, എന്നാൽ വളരെ സ്റ്റേൺ ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ യൂണിഫോം ഇട്ട് വളരെ ശരിയായിട്ട് വരുന്ന ആളുകളും ഉണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഈ പ്രസ്ഥാനത്തിന് പരിപൂർണമായി സമർപ്പിക്കാൻ സാധിക്കാത്ത പക്ഷം നമ്മളൊരു പകുതി സ്കൗട്ടായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പകുതിയല്ല, ഒരു 1/4 ഭാഗം മാത്രമേ സ്കൗട്ടിലേക്ക് എത്തുകയുള്ളൂ. അധ്യാപകൻ യൂണിഫോം ഇടുന്നത് കാണാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് യൂണിഫോം ഇടാൻ മടി എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങളെയും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്, ബാക്കിയുള്ളവരും ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, അതത് സമയത്ത് കുട്ടികൾക്ക് അതിനുവേണ്ട നിർദ്ദേശം കിട്ടുന്നതിന് വേണ്ടി ജില്ലാ തലത്തിൽ തന്നെ നമുക്ക് ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തും എന്ന് സൂചിപ്പിക്കുകയാണ്. ജൂൺ 1 മുതൽ 30 വരെ പുതിയ കുട്ടികളെ യൂണിറ്റിൽ ചേർത്തിരിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം. അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. നിങ്ങളുടെ കുട്ടികൾ ഈ 2022 ജൂൺ, പുതിയ കുട്ടികൾ ജൂൺ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചകളിൽ തന്നെ നിങ്ങളുടെ റെക്കോർഡിൽ കയറിയിരിക്കണം. രണ്ടാമതൊന്ന്, 3 മാസം പൂർത്തിയാകുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ 15 വരെ ഉള്ള ദിവസങ്ങൾ, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികൾക്ക് പ്രവേശ പരീക്ഷ കൃത്യമായി നടത്തുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് സ്കൂൾ തലത്തിൽ പ്രിന്റ് ചെയ്ത് അവർക്ക് നൽകുകയും അതൊരു ചടങ്ങായി നടത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ ജൂൺ ടു സെപ്റ്റംബർ, ഏകദേശം സെപ്റ്റംബർ അടുത്ത മാസം വരെയാണ്. അതിനുശേഷം പിന്നെ സ്റ്റേറ്റിന്റെ പ്രോഗ്രാമാണ് വരുന്നത്. അത് രാജ്യ പുരസ്കാർ, കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കേണ്ട രാജ്യ പുരസ്കാർ ഈ വർഷം സെപ്റ്റംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 1 തീയതികൾ നടക്കും. അതിന് കൃത്യമായ ഡേറ്റ് സ്റ്റേറ്റ് അറിയിക്കും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത്തരം പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് കോവിഡ് സിലബസ് ആണ് എന്നും ആ സിലബസ് അനുസരിച്ച് കുട്ടികൾ പുസ്തകം റെഡിയാക്കിയിട്ടുണ്ട് എന്നും അതില് പിന്നെ നേരത്തെ ASOC വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ഭംഗിയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് നമുക്ക് നടത്താനുള്ളത് ദ്വിതീയ സോപാൻ പരീക്ഷയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2021 ജൂണില് നിങ്ങളുടെ യൂണിറ്റിൽ ചേർന്നിട്ടുള്ള സ്കൗട്ട് ഗൈഡ് കുട്ടികൾ ക്രമാനുഗതമായ പരീക്ഷ പാസ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ
ദ്വിതീയ സോപാൻ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ വർഷം അടുത്ത മാസം, അതായത് സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് നമ്മൾ ആ പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം പങ്കെടുത്ത കുട്ടികൾ. പിന്നെ 10ാമത്തെ മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ നമ്മൾ പെട്രോൾ ലീഡർ ട്രെയിനിങ് ക്യാമ്പ് ഉപജില്ലാ തലത്തിലും, അതിന് ഡേറ്റ് കാണുന്നത് 7-10-22 അതുപോലെ ട്രൂപ്പ് ലീഡർ കമ്പനി ലീഡർ മീറ്റ് ജില്ലാ തലത്തിലും അത് 20-10-22 ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒക്ടോബർ മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കലാമേളയുടെയൊക്കെ കാര്യമായ തിരക്കാണ് വരാൻ പോകുന്നത്. കലാമേള, ശാസ്ത്രമേള ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിസംബറിൽ സ്റ്റേറ്റ് നടത്തുന്ന രാജ്യപുരസ്കാർ ടെസ്റ്റ്, അതായത് കഴിഞ്ഞ വർഷം തൃതീയ സോപാൻ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഈ വർഷം ഇപ്പൊ 30 മാസം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിസംബർ 26 മുതൽ 31 വരെ സ്റ്റേറ്റ് നടത്തുന്ന പ്രോഗ്രാമാണ്. അതിന് മുമ്പ് വെരിഫിക്കേഷൻ ഒക്കെ നടക്കും. അപ്പോൾ ഡിസംബർ 26-31 യഥാർത്ഥ സിലബസ്, അതായത് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന സിലബസ് വെച്ചിട്ടുള്ള രാജ്യപുരസ്കാർ പരീക്ഷയാണ് നടക്കുക. പിന്നീട് നമുക്ക് ജില്ലയുടെ കൂടെ നിർദ്ദേശാനുസരണം ഇപ്രാവശ്യം സബ് ജില്ലാ റാലിയും അതുപോലെ ജില്ലാ റാലിയും സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഏകദേശം ഒരു ഡേറ്റ് കാണുന്നത് സബ് ജില്ലാ റാലികൾക്ക് ജനുവരി 13, 14, 15 ആണ്. അതുപോലെ ജില്ലാ റാലി ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ്. ചിലപ്പോൾ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വർഷം ജൂൺ 1 മുതൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയുടെ ഉള്ളിൽ കുട്ടികളെ യൂണിറ്റിൽ ചേർത്തിരിക്കണം. സെപ്റ്റംബർ 1-15 അടുത്ത് പ്രവേശ പരീക്ഷ പാസ്സായിരിക്കണം. ആ കുട്ടികൾക്ക് ഈ വർഷം തന്നെ മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ച പ്രഥമ സോപാൻ പരീക്ഷ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. പിന്നെ കഴിഞ്ഞ വർഷം ദ്വിതീയ സോപാൻ പാസ്സായ കുട്ടികൾക്ക് TS പരീക്ഷ മാർച്ച് ആദ്യ ആഴ്ച നടക്കുന്നതാണ്. ഇത്രയാണ്. മറ്റൊരു കാര്യം, നേരത്തെ അറിയിച്ചതുപോലെ യൂണിറ്റ് ക്യാമ്പുകൾ, എല്ലാ യൂണിറ്റുകളിലും ക്യാമ്പുകൾ നടത്തണം, നിർബന്ധമാണ്. ജനുവരി 1 മുതൽ 25 വരെയുള്ള ഡേറ്റുകൾക്കിടയിൽ അതിന്റെ മുമ്പ് നിങ്ങൾ നടത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മാക്സിമം ജനുവരി 25-ന് മുമ്പ് എല്ലാ യൂണിറ്റുകളിലും സ്കൗട്ട് ഗൈഡ് യൂണിറ്റ് തലത്തിലുള്ള യൂണിറ്റ് ക്യാമ്പുകൾ നിർബന്ധമായി സംഘടിപ്പിക്കണം. ഇത്രയുമാണ് സ്കൗട്ട് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കപ്പ് ബുൾബുൾ വിദ്യാർത്ഥികൾക്കുള്ള ചില അറിയിപ്പുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ പുതിയ കുട്ടികളുടെ പ്രവേശനം ജൂൺ 1 മുതൽ 15 ഇടയിൽ നിർബന്ധമായിട്ട് നടത്തുക. അവർക്ക് സെപ്റ്റംബർ 1 മുതൽ 15 വരെയുള്ള ഇടയിൽ അതേ കുട്ടികൾക്ക് പ്രവേശനം നടത്തണം.